ഇപ്പൊ തൃശ്ശൂരിന്റെ കണ്ടില്ല 56,000 വോട്ട് BJP ചേർത്ത് നമ്മുടെ വിദ്വാന്മാർ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാൻ ഉറപ്പായിട്ട് ജയിക്കുന്നു പറഞ്ഞിട്ടാണോ എന്നെ കൊണ്ടാവുന്നത്. അന്ന് പ്രവീണൊക്കെ ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് അയക്കാൻ. അപ്പോ ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഷുവറാന്ന് പറഞ്ഞ കേട്ടിട്ടാണല്ലോ. അവിടെ ചെല്ലുമ്പോ നട്ടുമില്ല ബോൾട്ടുമില്ല. ഒരു വണ്ടിയിൽ കരുതി യാത്ര ചെയ്യാൻ പറഞ്ഞു. വണ്ടിയിൽ നോക്കുമ്പോ സ്റ്റിയറിംഗും ഇല്ല, നട്ടുമില്ല, ബോൾട്ടുമില്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. ചിരിക്കരുതേ. ഏതായാലും ചെന്ന് പെട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടുന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല, അടുത്ത കോർപ്പറേഷൻ ഇലക്ഷൻ നമ്മൾ ജയിക്കണം. മാക്സിമം സീറ്റ് കോഴിക്കോട് UDF ജയിക്കണം കേട്ടോ. കാരണം തൃശ്ശൂരിൽ നിന്ന് എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം സീറ്റുകളൊക്കെ നമുക്ക് മലബാർ ഭാഗത്തുനിന്നും മറ്റ് തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുനിന്നൊക്കെ മാക്സിമം സീറ്റ് കിട്ടിയാലേ നമുക്ക് കേരളം ഭരിക്കാൻ പറ്റും. അല്ലാണ്ട് പിണറായിക്കെതിരെയുള്ള വികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ അത് കൊണ്ടുപോകാൻ ഇപ്പൊ BJPക്കാരുണ്ട്. ഭയങ്കരം തന്നെ. കാരണം ഭരണവിരുദ്ധ വികാരത്തിൽ പങ്കുവറ്റാൻ ഇപ്പൊ വേറെ ശക്തിയുണ്ട്. മുമ്പ് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വേറെ ശക്തികളുണ്ട്. ആ ശക്തികളാണ് ഇന്നിപ്പോ നമ്മുടെ വോട്ട് പിടിക്കാൻ പോകുന്നത്. മനസ്സിലാക്കി കളഞ്ഞ. ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം ഞാൻ പറയാം. വ്യക്തമായി BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ധാരണയുണ്ട്. കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയും നമുക്ക് എതിർക്കണം. ഭൂരിപക്ഷ വർഗീയതയെ മാത്രം എതിർത്താൽ പോരാ. അതിന്റെ അർത്ഥം ഇനി ന്യൂനപക്ഷങ്ങളെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഭൂരിപക്ഷത്തിന്റെ കൂടെ പോകാം. ആ അർത്ഥത്തിലേക്ക് CPM എത്തിയത്. എന്താ ഉറക്കം വരുന്നു. ഇവിടെയാണ് ADGP അജിത് കുമാറും RSS നേതാക്കളുമായിട്ടുള്ള ചർച്ചയുടെ ഒരു റിസൾട്ടാണ് ഇപ്പോ നമ്മൾ കാണുന്നത്. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ. അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ നേരിടേണ്ടി വരുന്നത് രണ്ട് പാർട്ടികളെയാണ്. ആ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു വലിയ പങ്ക് BJPയും കൊണ്ടുപോകുന്ന അവസ്ഥ കേരളത്തിൽ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി.